പുറപ്പാട് അധ്യായം 33. തിരുസാന്നിധ്യം കൂടെയില്ലെങ്കിൽ യാത്ര വേണ്ട. പ്രിയമുള്ള ദൈവമക്കളെ, പുറപ്പാട് പുസ്തകത്തിൻ്റെ 33-ാം അധ്യായം നമ്മെ ഒരു അതീവ ഗൗരവമുള്ള ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നു, ഞാൻ ഒരു ദൂതനെ നിങ്ങളോടൊപ്പം അയക്കും. പക്ഷേ മോശെ അതിൽ തൃപ്തനായില്ല. മോശെ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. ഇത് ഒരു സാധാരണ പ്രാർത്ഥനയല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് വിജയത്തിൻ്റെ അടയാളം എന്നുള്ള വിശ്വാസ പ്രഖ്യാപനമാണ്. ഈ അധ്യായത്തിൽ നാം കാണുന്നു, മോശെ കൂടാരത്തിലേക്ക് കടക്കുമ്പോൾ ദൈവം അവനോട് മുഖാമുഖം സംസാരിക്കുന്നു. ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ. ദൈവത്തോടുള്ള ആഴത്തിലുള്ള ബന്ധമാണ് മോശയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയത്. പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ വിജയം, അനുഗ്രഹം, മുന്നേറ്റം എല്ലാം നാം ആഗ്രഹിക്കും. പക്ഷേ ദൈവസന്നിധി ഇല്ലാതെ കിട്ടുന്ന വിജയം അവസാനം ശൂന്യതയിലേക്കാണ് നയിക്കുന്നത്. മോശയുടെ പ്രാർത്ഥന ഇന്ന് നമ്മുടെ പ്രാർത്ഥനയാകട്ടെ. കർത്താവേ, നിൻ്റെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ മുന്നോട്ട് നയിക്കരുത്. ദൈവസന്നിധിയാണ് നമ്മുടെ തിരിച്ചറിവ്. ദൈവസന്നിധിയാണ് നമ്മുടെ സംരക്ഷണം. ദൈവസന്നിധിയാണ് നമ്മുടെ വിജയം. ആമേൻ. നന്ദി, നമസ്കാരം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.